ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. അപരോക്ഷ അനുഭൂതി തുടർന്ന് നോക്കാം. ശ്രീഹരിം പരമാനന്ദം ഉപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം നമാമ്യഹം. ശ്രുതി പ്രമാണം ആണ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത്. യുക്തി കൊണ്ട് പൂർണ്ണമായിട്ടും ആത്മതത്വം മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ശേഷം എന്നാലും കുറച്ച് കാര്യങ്ങൾ യുക്തി മൂലം, ദേഹം വേറെ ആത്മാ വേറെ, ഇപ്പൊ സ്ഥൂല ശരീരമുണ്ട്, സൂക്ഷ്മ ശരീരമുണ്ട്, സ്ഥൂല ശരീരം നശിച്ചാലും സൂക്ഷ്മ ശരീരമുണ്ട് എന്നൊക്കെ ഏതിൽ കൂടി പറഞ്ഞു തന്നു? യുക്തിയിൽ കൂടി പറഞ്ഞു തന്നു. അതിനുശേഷം ശ്രുതി പ്രമാണത്തെ കാര്യമായിട്ട് എടുത്തുകൊണ്ടാണ് ഇപ്പൊ ആചാര്യസ്വാമികൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അതില് കഴിഞ്ഞ ദിവസം അസംഗ പുരുഷൻ അസംഗനാണ് എന്നുള്ളതിനെ ബൃഹദാരണ്യത്തിലെ വാക്യത്തെ ഉദ്ധരിച്ചു പറഞ്ഞു. അപ്പോൾ തന്നെ അനന്തമല സംസൃഷ്ട എന്നും പറഞ്ഞു. ഈ ശരീരം എണ്ണമറ്റ മലത്തോട് കൂടിയതാണ്, അശുദ്ധിയാണ് എന്ന് പറഞ്ഞു. ആ ശരീരം എങ്ങനെ ആത്മാവാകും? അതാണ് പറഞ്ഞത്. അടുത്തത് 37-ാമത്തെ ശ്ലോകം. തത്രൈവ ച സമാഖ്യാതഃ സ്വയം ജ്യോതിർഹി പുരുഷഃ ജഡ പരപ്രകാശ്യോയം കഥം സ്യാത് ദേഹകപുമാൻ. തത്രൈവ ച സമാഖ്യാതഃ സ്വയം ജ്യോതിർഹി പുരുഷഃ ജഡ പരപ്രകാശ്യോയം കഥം സ്യാത് ദേഹകപുമാൻ. ഇതും ബൃഹദാരണ്യ ഉപനിഷത്തിൽ നിന്ന് ചിരിക്കുന്ന ഒരു വാക്യമാണ്. തത്രൈവ ച, അതായത് ആ അതേ ബൃഹദാരണ്യ ഉപനിഷത്തിൽ സമാഖ്യാതഃ, നന്നായി തെളിവായി പറയപ്പെട്ട, വിശദീകരിക്കപ്പെട്ട എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അതേ ബൃഹദാരണ്യ ഉപനിഷത്തിൽ നിന്ന് പറയാൻ കാരണം കഴിഞ്ഞ വാക്യം അനന്തമല സംസൃഷ്ട എന്നുള്ളതൊക്കെ ബൃഹദാരണ്യ ഉപനിഷത്തിൽ നിന്ന് എടുത്തതായതുകൊണ്ട് അടുത്ത ശ്ലോകത്തിലും പറയുന്നു തത്ര ഏവ, അതേ ബൃഹദാരണ്യക ഉപനിഷത്തിൽ നിന്നും സമാഖ്യാതഃ, അവിടെ നന്നായി തെളിവായി പറയപ്പെട്ട, വിശദീകരിക്കപ്പെട്ട എന്ത്? പുരുഷഃ എന്നുള്ളത് സ്വയം ജ്യോതി എന്ന്, പുരുഷനെ സ്വയം ജ്യോതിഹി എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ അതെങ്ങനെ പറഞ്ഞിട്ടുണ്ട്? നന്നായി തെളിവായി വിശദമായി പറയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ശരീരം സ്വയം ജ്യോതിയാണോ? അല്ല എന്ന് നമുക്കറിയാം. കാരണം ശരീരത്തിൽ നിന്ന് എപ്പോഴാണോ ഈ സ്വയം ജ്യോതി പുറത്തു പോകുന്നത്, അപ്പോൾ ശരീരം ജഡമായി നമുക്ക് അനുഭവപ്പെടും. ജഡമായി നമ്മൾ കാണുന്നതെല്ലാം ജഡം അല്ലേ? ജഡവസ്തുക്കളുണ്ട്. ശരീരം മരിച്ചു കഴിയുമ്പോൾ ജഡമാണ്, ജഡമായിരിക്കുന്നു. അപ്പോൾ അവിടുന്ന് എന്തോ ഒന്ന് അവിടുന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട് എന്നുള്ള ഉറപ്പാണ്. അത് സ്വയം ജ്യോതിയായ ആത്മാവാണ് അവിടെ നിന്ന് പോയത്. അതുകൊണ്ട് ശരീരം ജഡമായിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്നു തത്രൈവ ച സമാഖ്യാതഃ സ്വയം ജ്യോതിർഹി പുരുഷഃ ജഡഃ. അവിടെ പറയുന്നുണ്ട് ജഡഃ, ജഡമാണ്. എന്ത്? ശരീരം. എങ്ങനെ? പരപ്രകാശ്യോയം, പരപ്രകാശം, മറ്റൊന്നാൽ പ്രകാശിപ്പിക്കപ്പെടുന്നതാണ് ഈ ശരീരം. ജഡമാണ്, മറ്റൊന്നാൽ പ്രകാശിപ്പിക്കപ്പെടുന്നതാണ് ഈ ശരീരം. നമ്മൾ വളരെയധികം നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ ശരീരം മറ്റൊന്നാൽ പ്രകാശിപ്പിക്കപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് ആ മറ്റൊന്ന് ഇതിൽ നിന്ന് പോയി കഴിയുമ്പോൾ ഈ ശരീരം ചലനമറ്റ് അവിടെ കിടക്കുന്നത്. പരേണ ആത്മന, വേറെ മീൻസ് ഈ ശരീരമല്ലാത്ത ഒന്നിനാൽ പ്രകാശിപ്പിക്കപ്പെടുന്നതാണിത്. ശരീരം അതുകൊണ്ട് അത് പ്രകാശിപ്പിച്ചാലേ ഈ ശരീരം
ചലനാത്മകമാവുകയുള്ളൂ, ഇതിന് ചൂടുണ്ടാവുകയുള്ളൂ, ഇതിനൊരു ചേതനത്വം കിട്ടുകയുള്ളൂ. അപ്പോ വേറൊന്നാലാണ് ഇത് പ്രകാശിപ്പിക്കപ്പെടുന്നത്. അതാണ് പരപ്രകാശ്യോയം ജഡഃ ശരീരഃ. അയം ഈ ദേഹം പരപ്രകാശഃ വേറൊന്നാൽ പ്രകാശിപ്പിക്കപ്പെടുന്നതാണ്. പരപ്രകാശ്യ വേറൊന്നാൽ പ്രകാശിപ്പിക്കപ്പെടുന്നതാണ്, ചലനാത്മകമാക്കപ്പെടുന്നതാണ്, ചേതനത്വം നൽകപ്പെടുന്നതാണ് ഈ ശരീരം. അതുകൊണ്ട് ഈ ശരീരം ജഡമാണ് എന്ന് നമുക്കറിയാം. ഇങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ മറ്റൊന്നിനാൽ പ്രകാശിപ്പിക്കപ്പെടുന്ന, സ്വയം ജ്യോതിയായിരിക്കുന്ന ഒന്നിനാൽ പ്രകാശിപ്പിക്കപ്പെടുന്ന ഈ ശരീരം എങ്ങനെ ആത്മാവാകും? കഥം കഥം സ്യാത് പുമാൻ, ഈ ദേഹം എങ്ങനെ പുമാനാകും, എങ്ങനെ ആത്മാവാകും? സ്വയം ജ്യോതിയായ ആത്മാവിനാൽ പ്രകാശിപ്പിക്കപ്പെടുന്നതാണ് എന്ന് നമുക്കറിയാം. അപ്പോ മറ്റൊന്നിനാൽ പ്രകാശിപ്പിക്കപ്പെടുന്ന ഈ ശരീരം മറ്റൊന്നാൽ പ്രകാശിപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഇത് ജഡമാണ്. ആ ജഡമായ ശരീരം ആത്മാവാകും എന്നതാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനെ ഓരോന്നും എങ്ങനെ ആത്മാവാകും എന്നാണല്ലോ ചോദിക്കുന്നത്. ഈ ശരീരത്തെ ഇപ്പൊ 2 പ്രാവശ്യം പറഞ്ഞു. നേരത്തെ പറഞ്ഞു അസംഗം പറഞ്ഞു, പിന്നെ പറഞ്ഞു അനന്തമലം പറഞ്ഞു. എല്ലാ തരത്തിലുള്ള മോശമായതും ഈ ശരീരത്തിൽ നിറഞ്ഞിരിക്കുന്നു, അഴുക്കുകൾ നിറഞ്ഞിരിക്കുന്നു, അത് പറഞ്ഞു. അപ്പോൾ എങ്ങനെ ശരീരം ആത്മാവാകും? ആത്മാ നിത്യശുദ്ധനാണ്, പൂർണ്ണനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇപ്പൊ പറഞ്ഞു ഈ ശരീരം മറ്റൊന്നാൽ പ്രകാശിപ്പിക്കപ്പെടുന്നതാണ്, സ്വയം ജ്യോതിയായ ആത്മാവിനാൽ പ്രകാശിപ്പിക്കപ്പെടുന്നതാണ് ഈ ശരീരം. അതുകൊണ്ട് ഈ ശരീരം എങ്ങനെ ആത്മാവാകും അത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞു. ഇനി വേറെ ഒരു തരത്തില് ആത്മലക്ഷണം പറഞ്ഞു തരാണ്. ഇങ്ങനെ കുറെ ആത്മലക്ഷണം പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ഒന്നുകൊണ്ടൊന്നും നമുക്കിതൊന്നും മനസ്സിലാവില്ല. കുറെ പറഞ്ഞാൽ പോലും മനസ്സിലാകാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ മനസ്സിലായി എന്ന് വിചാരിച്ചാലും നമുക്കത് ശരിക്കും പ്രവൃത്തിപദത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റാറില്ല. മനസ്സിലായിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ട്, പക്ഷെ ശരിയായിട്ട് അതിനെ നമുക്ക് പ്രവൃത്തിപദത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അത് കുറെ കേട്ട് ഉള്ളില് പതിഞ്ഞിരിക്കുന്ന ഞാൻ ഈ ശരീരമാണ് എന്ന് പതിഞ്ഞിരിക്കുന്നത് പോയി വേണം നമുക്കിതിനകത്ത് ഉറച്ച് നിന്നു വരവാനായിട്ട്. അതിന് സമയമെടുക്കും. അതുകൊണ്ടാണ് ആചാര്യസ്വാമികൾ ഇഷ്ടംപോലെ ശ്ലോകങ്ങൾ ഉദ്ധരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ശ്ലോകം പറഞ്ഞാൽ മതിയല്ലോ, നീ ശരീരമല്ല നീ ആത്മാവാണ്, അതെ ഓക്കെ കഴിഞ്ഞില്ലേ. പക്ഷെ അങ്ങനെ പറ്റില്ല, നമ്മളെ കൊണ്ടൊന്നും സാധിക്കില്ല. അത് ആചാര്യന്മാർക്ക് അറിയാം. പ്രത്യേകിച്ച് ശങ്കരാചാര്യർക്ക് ഇത് വളരെ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് അദ്ദേഹം ഇത്രയും ഗ്രന്ഥങ്ങൾ തന്നിരിക്കുന്നത്. ഒരു ജീവനെ എങ്ങനെയെങ്കിലും അതിന്റെ ആ പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിക്കാനായിട്ട്. അടുത്ത ശ്ലോകം 38ാമത്തെ ശ്ലോകം. പ്രോക്തോപി കർമ്മകാണ്ഡേന ഹ്യാത്മാ ദേഹാദ്വിലക്ഷണഃ. പ്രോക്തോപി കർമ്മകാണ്ഡേന ഹ്യാത്മാ ദേഹാദ്വിലക്ഷണഃ നിത്യശ്ച തദ്ഫലം ഭുങ്ക്തേ ദേഹപാദാദനന്തരം. അപ്പോ ശ്ലോകത്തിന്റെ രീതി ഒന്ന് മാറി. കഥം ദേഹഃ പുമാൻ എന്നുള്ളത് മാറിയിട്ട് വേറൊരു സാധാരണ ശ്ലോകങ്ങളെ പോലെ വന്നു. എങ്ങനെ? പ്രോക്തോപി കർമ്മകാണ്ഡേന ഹ്യാത്മാ ദേഹാദ്വിലക്ഷണഃ നിത്യശ്ച തദ്ഫലം ഭുങ്ക്തേ ദേഹപാദാദനന്തരം. ഈ ശ്ലോകത്തിന്റെ സാരാംശം ആത്മാ സ്ഥൂല ദേഹമല്ല എന്നതിന് വേദത്തിന്റെ കർമ്മകാണ്ഡവും പ്രമാണമാണ് എന്ന് പറയുന്നു. വളരെ ശക്തമായ ഒരു ഭാഗം. ആത്മാ സ്ഥൂല ദേഹമല്ല എന്നുള്ളതിന് വേദത്തിന്റെ കർമ്മകാണ്ഡം തന്നെ പ്രമാണമാണ് എന്ന് പറയുന്നു. അല്ലെ? നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. അത് പ്രതീക്ഷിക്കാത്തടത്തേക്കാണല്ലോ ആചാര്യസ്വാമി നമ്മളെ കൊണ്ടുപോകുന്നത്.
വേദത്തിലെ കർമ്മകാണ്ഡം ആത്മാ സ്ഥൂലദേഹമല്ല എന്നുള്ളതിന് പ്രമാണമായി ഇവിടെ എടുക്കുന്നു. നോക്കാം എങ്ങനെയാണ്. വേദാന്തമായ ഉപനിഷത്തിനെ ഏറ്റവും പ്രധാനമായി കണക്കാക്കി ആത്മീയതയെ സ്ഥിരീകരിക്കുന്നവർ എത്രയെന്ന് നോക്കിയാൽ വളരെ കുറച്ചു മാത്രമേ കാണുകയുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞു, ഉപനിഷത്താണ് അവസാനം, അതിൽ കൂടിയേ ആത്മസാക്ഷാത്കാരം കിട്ടുകയുള്ളൂ. ആ ഉപനിഷത്ത് എവിടെ ഇരിക്കുന്നു? വേദാന്തം, വേദത്തിന്റെ അവസാന ഭാഗത്ത്. എല്ലാവരും നിൽക്കുന്നത് എവിടെയാണ്? വേദത്തെ വിശ്വസിക്കുന്നവർ, വേദത്തെ വിശ്വസിച്ച് വേദത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന, അതാണ് സർവവും, അതിൽ കൂടിയേ എല്ലാം നേടാൻ പറ്റുള്ളൂ എന്ന് ഉള്ള ആ ഭാരത സംസ്കാരം, വേദ സംസ്കാരത്തെ ആശ്രയിക്കുന്നവരെല്ലാവരും നിൽക്കുന്നൊരു സ്ഥലം കർമ്മകാണ്ഡമാണ്. എല്ലാം കർമ്മകാണ്ഡത്തിൽ എല്ലാവരും നിൽക്കുന്നു. ഇപ്പൊ നമുക്ക് നോക്കിയാൽ, നമ്മുടെ ചുറ്റിലും നോക്കിയാൽ അറിയാം, കർമ്മകാണ്ഡമാണ് സർവവും. എല്ലാം കർമ്മകാണ്ഡത്തിൽ അധിഷ്ഠിതമാണ്. വളരെ കുറച്ചു പേര്, വളരെ ചെറിയൊരു ശതമാനം പേര് മാത്രമാണ് വേദാന്തത്തിലേക്ക്, ജ്ഞാനകാണ്ഡത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. അത് തന്നെ ആചാര്യസ്വാമി നേരത്തെ പറഞ്ഞ പോലെ കർമ്മകാണ്ഡത്തിൽ കൂടെ സഞ്ചരിച്ച് ഒരുപാട് ആഗ്രഹങ്ങളും എല്ലാം അതിൽ കൂടി ആഗ്രഹിച്ച് അത് നേടാനായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ജീവിത പ്രാരബ്ധങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ തോന്നുമത്രേ മനസ്സിന്, ശാശ്വതമായ സുഖം എവിടെയാണ്? ഇതിപ്പോൾ എനിക്ക് ലഭിക്കുന്നതൊന്നും ശാശ്വതമല്ലല്ലോ. എത്രയോ കാര്യങ്ങൾ കർമ്മകാണ്ഡത്തിൽ കൂടി ഈശ്വരനെ ആരാധിച്ച് കർമ്മങ്ങൾ ചെയ്ത് നേടി, പക്ഷെ ഒന്നും ശാശ്വതമാകുന്നില്ലല്ലോ. വീണ്ടും പല പല പ്രശ്നങ്ങൾ പൊങ്ങി വരുന്നല്ലോ. എങ്ങനെയാണ്? അപ്പൊ എന്താണ് ഇതിൻ്റെ? അപ്പൊ നമ്മളൊരു വേറൊരു ഉപനിഷത്തിൽ അത് പഠിക്കുകയുണ്ടായി. ജീവിതത്തിലെ കർമ്മങ്ങളിൽ കൂടി സഞ്ചരിച്ച് സുഖദുഃഖങ്ങൾ അനുഭവിച്ച് വരുമ്പോൾ ഒരു സ്റ്റേജിൽ തോന്നും, ഇതൊന്നുമല്ലല്ലോ അൾട്ടിമേറ്റ് ആയിട്ട് വരേണ്ട സൗഖ്യം അല്ലെങ്കിൽ സുഖം. നിത്യമായൊരു ആനന്ദം ലഭിക്കണമല്ലോ, അതിനെന്താണ് വഴി എന്ന് തോന്നുന്നൊരു സന്ദർഭം ഉണ്ടാകും എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ പറയുന്നത്, ഉപനിഷത്തിനെ ആശ്രയിക്കുന്നവർ, അതിനെ വിശ്വസിക്കുന്നവർ, അതാണ് എനിക്ക് അന്തിമമായ ലക്ഷ്യം നേടിത്തരുക എന്ന് അറിയുന്നവർ വളരെ 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 ചുരുക്കമാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ അറിഞ്ഞിരിക്കണത്, ഇത് പറയണത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ജ്ഞാനകാണ്ഡത്തിൽ കൂടി പോകുന്ന ആൾക്കാരെ കാണാൻ പറ്റില്ല, വളരെ കുറവ്, വളരെ വളരെ സൂക്ഷ്മമായിട്ട് നോക്കിയാലേ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് തോന്നും? നമ്മൾ ഈ പോകുന്ന വഴി ശരിയാണോ? ഇപ്പോ ഉത്സവം നടക്കുന്നു അമ്പലത്തിൽ, 10,000-കണക്കിന് ആൾക്കാർ വരുന്നു പോകുന്നു, കൊടിയേറ്റ് തൊഴുന്നു, കൊടിയേറ്റിയത് തൊഴുതിയാൽ ഇറങ്ങുന്നതും തൊഴണം എന്ന് പറയുന്നു, ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. ദിവസവും ആറാട്ട് തൊഴുന്നു, ആറാട്ട് കണ്ടില്ലെങ്കിൽ ഏതാണ്ട് നഷ്ടപ്പെട്ട പോലെ, പറ വയ്ക്കുന്നു, പറ വെച്ചില്ലെങ്കിൽ എന്തോ പ്രശ്നം. ഒരുപാട് നമ്മൾ നോക്കുന്നത് മുഴുവൻ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ നമ്മുടെ മനസ്സ് എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ മനസ്സും കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ നമുക്ക് സംശയങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പോവില്ല. യോ, ഇന്ന് തൊഴുതില്ലല്ലോ, എന്ത് ആകപ്പാടെ പ്രശ്നമായി, ഈശ്വരൻ കോപിക്കും. നമ്മുടെ സാധാരണ നിലയ്ക്കുള്ള ഒരു വിചാരമല്ലേ. ഇന്ന് ജപിച്ചില്ലല്ലോ, ഭഗവാൻ കോപിക്കും. ഇന്ന് പൂജ ചെയ്തില്ലല്ലോ, ഭഗവാൻ കോപിക്കും. ഇങ്ങനെ ഭഗവാൻ ദേഷ്യപ്പെടുന്ന ഒരാളായിട്ടാണ് നമ്മുടെ മുമ്പിൽ. അങ്ങനെ പല രീതിയിൽ ആ വഴിപാട് കഴിച്ചില്ലെങ്കിൽ ഭഗവാൻ എന്ത് വിചാരിക്കും? ഭഗവാൻ ഒന്നും വിചാരിക്കില്ല. പക്ഷെ ഒന്നും വിചാരിക്കില്ലെന്ന് തോന്നാൻ നമുക്ക് മനസ്സിലാവണ്ടേ? നമുക്കെല്ലാം സംശയങ്ങളും ഭയമാണ് ഉള്ളിൽ. ഈശ്വരൻ അങ്ങനെ ഭയപ്പെടേണ്ട മനുഷ്യനല്ല. ഭയപ്പെടേണ്ടത് എവിടെയാണ്? അധർമ്മം ചെയ്യുമ്പോൾ ഭയം ഉണ്ടാകണം. കാരണം അധർമ്മത്തിന്റെ ഫലം ഞാൻ അനുഭവിക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. ഈശ്വരൻ നമ്മുടെ ഒരു കാര്യം, ഈശ്വരൻ സർവസാക്ഷിയാണ്. അപ്പോ അതിനെയൊക്കെ നമ്മൾ വിസ്മരിക്കും, നമുക്ക് മറന്നുപോകും. അതൊക്കെ നമ്മൾ മറന്നിട്ട് നമ്മൾ എപ്പോഴും ഈ കർമ്മകാണ്ഡത്തിന്റെ പുറകെ നിൽക്കും. ഒരു ജീവൻ ജനിച്ച്
കുറച്ച് അറിവ് കിട്ടി വളർന്ന് മുന്നോട്ട് വരുന്തോറും ഈശ്വരീയതയിലേക്ക് വരുന്നതേ കർമ്മകാണ്ഡത്തിൽ കൂടെയാണ്. ഈശ്വരനെ അറിഞ്ഞു വരുന്നതേ കർമ്മകാണ്ഡത്തിൽ കൂടെയാണ് വരുന്നത്. അങ്ങനെ വന്നിട്ട് അതിനകത്തങ്ങ് നിന്നു പോകും, ഭയങ്കരമായിട്ട് നിന്നു പോകും. കുറച്ചൊന്നുമല്ല, അതിൽ പറ്റിപ്പിടിച്ച് അതിൽ നിന്ന് ഇളക്കി മാറ്റാൻ പറ്റത്തില്ല. ഇത്രയും പഠിച്ച നമുക്ക് പോലും പല സന്ദർഭങ്ങളിലും ഇങ്ങനെ തോന്നാം. പക്ഷെ അതിൽ നിന്ന് നമ്മൾ മുക്തി നേടണം. നമ്മൾ അറിയണം, നമ്മൾ വലിയൊരു അഡ്വാൻസ്ഡ് ലെവലിലേക്ക് എത്തിയവരാണെന്ന് സ്വയം അറിയണം. അത് ഈഗോ ഒന്നുമല്ല, അത് ശരിയായിട്ടുള്ള സത്യം മനസ്സിലാക്കണം. അതിനെ ഞാൻ വലിയ ആളാണ് എന്നുള്ളതല്ല അതിന്റെ. എന്റെ അറിവ് മറ്റുള്ളവരെക്കാളും അറിവ് കൂടുതൽ, അതൊന്നുമല്ല. പരമാർത്ഥം എന്തെന്ന് ഞാൻ അറിയുന്നു, അതാണ് അതിന്. അവിടെ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഈഗോ ഒന്നും വരില്ല. സത്യം എന്താണെന്ന് എനിക്ക് അറിയാനൊരു വഴിയുണ്ടായി, അതും ഈശ്വരാനുഗ്രഹത്താൽ ഉണ്ടായി എന്ന് വിചാരിക്കുമ്പോൾ, ഗുരു അനുഗ്രഹത്താൽ ഉണ്ടായി എന്ന് വിചാരിക്കുമ്പോൾ അത് ഈഗോ ആവില്ല. പിന്നെ ഇത് പ്രസംഗിക്കാൻ നടക്കുമ്പോൾ ഈഗോ ആവും. അത് പാടില്ല, ഒരിക്കലും പ്രസംഗിക്കാൻ പോകരുത്. ആരെങ്കിലും ചോദിച്ചാൽ പറയാം. താല്പര്യമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കൊന്നുകൂടെ ഉറയ്ക്കും. അപ്പോ നമ്മളിത് മനസ്സിലാക്കണം. നമ്മൾ ഈ കർമ്മകാണ്ഡത്തിൽ കുടുങ്ങി നിൽക്കരുത്. കർമ്മകാണ്ഡത്തിൽ നിന്ന് നമ്മൾ ഊരി വരണം. വന്നാലേ നമുക്ക് രക്ഷ കിട്ടുള്ളൂ. അതിന് പതുക്കെ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അതിനെ തള്ളിപ്പറയലല്ല. കർമ്മകാണ്ഡത്തെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ തള്ളിപ്പറയലല്ല. കർമ്മകാണ്ഡത്തിൽ കൂടെ തന്നെയാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത്. അപ്പോ നമ്മൾ കർമ്മകാണ്ഡത്തിൽ കൂടി വന്നു. കർമ്മകാണ്ഡം എനിക്ക് പ്രയോജനപ്പെടുത്തു, അതുകൊണ്ട് കർമ്മകാണ്ഡമേ അങ്ങേക്ക് നമസ്കാരം. അവിടെയാണ്. കർമ്മത്തെ അപമാനിക്കലോ കർമ്മത്തെ തള്ളിപ്പറയുകയോ അല്ല ചെയ്യേണ്ടത്. കർമ്മം എനിക്ക് മനഃശുദ്ധി തന്നു. കർമ്മം എന്തിനാ? മനഃശുദ്ധിക്കാണ് കർമ്മം. കർമ്മം എനിക്ക് മനഃശുദ്ധി തന്നു. കർമ്മം എനിക്ക് മന ഏകാഗ്രത തന്നു. ഇനി എനിക്ക് മനവിശാലത ഉണ്ടാകണം. അത് ഉപനിഷത്തിൽ കൂടി ഉണ്ട്. കാരണം കർമ്മത്തില് ഓരോ കർമ്മം ചെയ്യുമ്പോഴും എനിക്ക് വേണം, എനിക്ക് വേണം എന്നാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് വേണം, അല്ലെങ്കിൽ എൻ്റെ മകന് വേണം, എൻ്റെ മക്കൾക്ക് വേണം. ഇങ്ങനെയാണല്ലോ പ്രാർത്ഥിക്കുന്നത്. ലോകാസമസ്ത സുഖിനോ ഭവന്തു പേരിനൊരു വാചകം പറയുന്നു എന്നല്ലാതെ നമ്മൾ ഈ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന എത്ര പേര് ശരിക്കും അത് ആത്മാർത്ഥമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു എന്താ പറയാ, ഒരു വിങ്ങലോടുകൂടി അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്? നമ്മൾ സ്വയം ആലോചിച്ചു. ഒരു യാന്ത്രികമായിട്ടല്ലേ പറയുന്നത്. അപ്പോ അതിൽ നിന്ന് മാറിയിട്ട് വരണമെങ്കിൽ ആ വിശാലത, മനവിശാലത വരണമെങ്കിൽ ഉപനിഷത്തിൽ കൂടി വന്നാലേ പറ്റുള്ളൂ. ഉപനിഷത്ത് വരുമ്പോ പറഞ്ഞു തരും, ഞാൻ ആര് എന്ന് പറഞ്ഞു തരും, മറ്റുള്ളവരാരെ എന്ന് പറഞ്ഞു തരും. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോ ഈ ലോകാസമസ്തവൊക്കെ നമുക്ക് വളരെ നന്നായിട്ട് മനസ്സിലാവും. അതിന്റെ രീതി നല്ല പോലെ പറയാനും പറ്റും. അപ്പൊ കർമ്മകാണ്ഡത്തിൽ നിന്നാൽ ഈ വിശാലത കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ. പക്ഷെ അവിടെ നിന്നുകൊണ്ടും നേടിയവരുണ്ട്. അതുമാതിരി അതിനെ കണ്ടവരാണ്. അവരുടെ വെർഷൻ വളരെ വലുതായി വരും. അപ്പോ ചില കർമ്മങ്ങൾ, ഇപ്പോ ശ്രീരുദ്രൻ ജപിക്കുവാൻ ഭഗവാൻ ബാബ പറഞ്ഞു, ശ്രീരുദ്രമാണ് എല്ലാത്തിനും പരിഹാരം. സർവ പൂർവജന്മ പാപങ്ങളെയും കഴുകിക്കളയാൻ പറ്റുന്ന മന്ത്രം ആണ് ശ്രീരുദ്രം. അതുകൊണ്ട് എല്ലാവരും ശ്രീരുദ്രൻ ജപിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ശ്രീരുദ്രൻ ജപിക്കുമ്പോൾ ലോക നന്മയ്ക്ക് വേണ്ടി ശ്രീരുദ്രൻ ജപിക്കണം എന്ന് ഭഗവാൻ പറഞ്ഞു. ലോകം മുഴുവൻ ഇത് പ്രചരിപ്പിക്കണം, ലോക നന്മയ്ക്ക് വേണ്ടി ജപിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ കർമ്മം തന്നെയാണ് നമ്മളവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് രുദ്രാഭിഷേകം ചെയ്യുമ്പോൾ, അതൊക്കെ ചെയ്യുമ്പോൾ ലോക നന്മയ്ക്ക് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ കർമ്മകാണ്ഡത്തിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന ആ വിശാലതയിലേക്കുള്ള ഒരു വഴി തുറന്നു കിട്ടും. നേരെ മറിച്ച് നമ്മൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് രുദ്രാഭിഷേകം ചെയ്യുമ്പോൾ അവിടെ മനവിശാലത ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പൊ കർമ്മത്തെ ആ ഒരു രീതിയിലേക്ക് ആക്കിക്കൊണ്ടുവരണം. ഇപ്പൊ വീട്ടില് ഗണപതി ഹോമം നടത്തുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ പുരോഹിതൻ പറയും, എന്തൊക്കെയാണോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതെല്ലാം പ്രാർത്ഥിച്ചോളൂ, അവസാനത്തെ ആഹുതി ഇടാൻ പോവാണ് എന്ന് പറഞ്ഞ് കയ്യില് തേങ്ങയും ഇതെല്ലാം കൂടെ എടുത്തുകൊണ്ട്, ശർക്കരയെല്ലാം കൂടെ അതെടുത്ത് കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് അഗ്നിയെ ഇങ്ങനെ വെച്ചുകൊണ്ട് മന്ത്രം ജപിച്ചുകൊണ്ട് പറയും, നിങ്ങൾ എന്താ ആഗ്രഹിച്ച പ്രാർത്ഥിച്ചോളൂ, ഇത് ഭഗവാന് സമർപ്പിക്കുകയാണ്, അവസാനത്തെ ആഹുതിയാണ്, എല്ലാ കാമനകളും എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ എന്ന് പറയും. അപ്പൊ നമ്മൾ എങ്ങനെ ആഗ്രഹിക്കുന്ന സമയത്ത് ലോകാസമസ്തായാണോ? അല്ലല്ലോ. അല്ല, കൊച്ചിന് കല്യാണം കഴിഞ്ഞിട്ടില്ലേ ഭഗവാനെ, ഗണപതി ഭഗവാനെ ഇത് സ്വീകരിച്ചുകൊണ്ട് എന്റെ കൊച്ചിന് കല്യാണം നടത്തി തരണേ, കല്യാണം കഴിഞ്ഞ് വരാനും കൊച്ചുണ്ടായിട്ടില്ല ഭഗവാനെ, കുഞ്ഞുണ്ടാക്കണേ, കുഞ്ഞിനെ തരണേ, എത്രയും പെട്ടെന്ന് നല്ലൊരു കുഞ്ഞിനെ തരണേ. ഇങ്ങനെ പലതും പ്രാർത്ഥിക്കും. അസുഖമുള്ളവർ അസുഖം മാറണേ എന്ന് പ്രാർത്ഥിക്കും. ഇതെല്ലാം ഇൻഡിവിജ്വലി നമ്മുടെ സ്വന്തം
പ്രാർത്ഥിക്കുന്നതാണ് എല്ലായ്പ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് മാറി ആ ഗണപതി ഹോമം നടത്തുമ്പോൾ തന്നെ പറയാലോ, ഭഗവാനെ എനിക്ക് പ്രത്യേകിച്ചൊരു ആഗ്രഹവുമില്ല, ലോക നന്മയ്ക്കായിട്ട് എന്തെല്ലാം ദോഷങ്ങൾ ആരെല്ലാം ഉണ്ടോ അവരുടെയൊക്കെ മനസ്സ് നന്നാകാനായിട്ട് ഈ ആഹുതി ഭഗവാനെ അങ്ങ് സ്വീകരിക്കും, എല്ലാവരിലും അനുഗ്രഹം ചൊരിയൂ എന്ന് പ്രാർത്ഥിച്ചാൽ ക്ലീനായി. പക്ഷെ അത് എളുപ്പമല്ല. കാരണം നമ്മൾ ഈ ശരീരമാണ് എന്ന് വിചാരിച്ചിരിക്കുന്നത് കൊണ്ട് ഇത് എളുപ്പമില്ല. നമ്മൾ ശരീരമാണ് എന്ന് വിചാരിച്ചിരിക്കുന്നു, ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം എന്റേത് എന്ന് വിചാരിക്കുന്നു, അവരെല്ലാം എന്റെയാണ്, മറ്റുള്ളവരൊന്നും എൻ്റെ അല്ല. അപ്പൊ എൻ്റെ ബന്ധുക്കള്, എൻ്റെ കുട്ടികള്, എൻ്റെ കൂട്ടുകാരെ എല്ലാം ഈ ശരീരവുമായിട്ട് ബന്ധപ്പെടുത്തി ഇരിക്കുന്നത് കൊണ്ട് നമുക്കത്ര എളുപ്പമല്ല അതിൽ നിന്ന് അങ്ങനെ വിശാലത ഉണ്ടാക്കാൻ. അപ്പോഴാണ് നമ്മൾ ഉപനിഷത്ത് പഠനത്തിലേക്ക് പോകണം എന്ന് പറയാൻ കാരണം. അപ്പോൾ ഉപനിഷത്ത് പഠിച്ചു കഴിയുമ്പോഴേ യഥാർത്ഥ ഞാൻ ആര്, ഈ ശരീരമല്ല എന്ന് മനസ്സിലാവുള്ളൂ. അതാണിപ്പോ ആചാര്യസ്വാമികൾ നമുക്ക് കാണിച്ചു തന്നുകൊണ്ട് ബൃഹദാരണ്യ ഉപനിഷത്തിലെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അത് കഴിഞ്ഞിപ്പോ കർമ്മകാണ്ഡം എങ്ങനെയാണ് നമ്മളെ ഈ ശരീരത്തെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്, എങ്ങനെയാണ് ഇതിൽ നിന്ന് മുന്നേറേണ്ടത് എന്നുള്ളതിനെ ഇപ്പോ കർമ്മകാണ്ഡത്തിലെ കാര്യങ്ങളെ പറഞ്ഞു തരാൻ പോകുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കൂ എന്ന് അദ്ദേഹം പറയുന്നു. വേദം പഠിക്കുന്നവരെ ലോകത്തിൽ നോക്കിയാൽ ചെറിയൊരു ആൾക്കാരെ വേദം പഠിക്കുന്നുള്ളൂ. അതിലും ഉപനിഷത്ത് പഠിക്കുന്നവര് വളരെ കുറവ്. ഇനി ഉപനിഷത്ത് വായിച്ചു പോയാൽ തന്നെ അതിന്റെ സാരം പഠിക്കുന്നവൾ പിന്നെയും കുറവ്. അപ്പോ ഒരു തർക്കവാദി നിങ്ങളോട് ചോദിക്കും, വേദത്തിന്റെ അവസാനം കുറച്ച് മാത്രമേ ഉപനിഷത്തുള്ളൂ, ശരിയാണോ? അപ്പൊ നമ്മൾ പറയും ശരിയാണ്, വേദാന്തം അവസാനത്തിൽ കുറച്ചേ ഉപനിഷത്തുള്ളൂ. ആത്മാ ശരീരമല്ല എന്ന് അത് പറയുന്നു, അതെ പറയുന്നു, ഓക്കെ സമ്മതിച്ചു. വേദത്തിന്റെ മുക്കാൽ ഭാഗവും ഇത് സമ്മതിക്കുന്നുണ്ടോ? തിരിച്ചവരും കൂടി ചോദിക്കുകയാണ്, വേദത്തിന്റെ മുക്കാൽ ഭാഗത്തിലും ഇത് സമ്മതിക്കുന്നുണ്ടോ ആത്മാ ശരീരമല്ല എന്നുള്ളത്? അവിടെ ഇതൊന്നും മിണ്ടുന്നില്ലല്ലോ. അപ്പൊ വലിയ വേദത്തിന്റെ അവസാന ഭാഗത്ത് ഒരു ചെറിയ ഭാഗത്ത് മാത്രമേ ഈ വേദാന്തം പറയുന്നുള്ളൂ, ആത്മാ ശരീരമല്ല എന്നുള്ളത് പറയുന്നുള്ളൂ. അപ്പൊ ഞാൻ ഏതാ വിശ്വസിക്കണ്ടേ? മുക്കാൽ ഭാഗമുള്ള വേദത്തെ വിശ്വസിക്കണോ, കാൽഭാഗമുള്ള വേദാന്തത്തെ വിശ്വസിക്കണം? നല്ലൊരു ചോദ്യമല്ലേ? തർക്കവാദി ചോദിക്കുന്ന ചോദ്യം ഒന്നാം തരം ചോദ്യമാണ്. വേദം വലിയ ബൃഹത്താണ്, അതില് മുക്കാൽ ഭാഗവും ഈ കാര്യം പറയുന്നില്ല, ശരീരം ആത്മാവിനും വേറെ വേറെ ഒന്നും പറയുന്നില്ല. അവിടെ ഞാൻ എനിക്ക് വേണ്ടി ഹോമങ്ങളെല്ലാം ചെയ്യുന്നു. അത് കഴിഞ്ഞ് അവസാനം ഒരു ശക്കലം ഭാഗത്ത് പറയുന്നു ശരീരം വേറെ ആത്മാ വേറെ. അപ്പൊ ഞാൻ ഏത് വിശ്വസിക്കണം എന്നൊരാൾ ചോദിച്ചാൽ തെറ്റ് പറയാൻ പറ്റുമോ? പറ്റില്ല. ആരാ ചോദിക്കുന്നത്? നമ്മൾ തന്നെയാ ചോദിക്കുന്നത്. നമ്മുടെ മനസ്സിലുണ്ടല്ലോ ഇതേ ചോദ്യം, നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോ ഒരു ചോദ്യവും നമ്മുടെ മനസ്സിലുള്ള ഒരു ചോദ്യവും പുതിയതൊന്നുമല്ല. കോടാനുകോടി ജനങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന എല്ലാ ചോദ്യവും പണ്ട് ആചാര്യന്മാര്, ഋഷീശ്വരന്മാര് അതും ചോദ്യവും മറുപടി എഴുതി വെച്ചിട്ടുണ്ട്. അതിലപ്പുറം ഇന്നിവിടെ ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. പക്ഷെ നമുക്ക് ചില വിചാരങ്ങളുണ്ട്. ചില ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ ചില ആൾക്കാരോട് നമ്മൾ ചോദിക്കും, വലിയ അറിവുള്ളവരോടൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മുടെ ഒരു വിചാരം നമ്മൾ വളരെ ബുദ്ധിപരമായിട്ട് ഭയങ്കര ബുദ്ധിയായിട്ട് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണെന്ന് പറഞ്ഞ് അവരോട് ചോദിക്കുമ്പോൾ അവരുള്ളിൽ ചിരിക്കുന്നുണ്ടോ, എൻ്റെ ഇത്രയും വിഡ്ഢിയാണല്ലോ, ഇതൊക്കെ എത്രയോ കാലം മുമ്പ് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, മറുപടി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നീ വായിച്ചിട്ടില്ല കുഞ്ഞ്, അതുകൊണ്ടാണ് എന്ന് അവരുള്ളിൽ പറയുന്നുണ്ടോ? പുറത്ത് പറയില്ല. കാരണം ജ്ഞാനികളെ പുറത്ത് പറയത്തില്ല. അവര് നമുക്ക് മറുപടി പറഞ്ഞു തരും, ഭംഗിയായിട്ട് അതിന്റെ മറുപടി പറയും. പക്ഷെ നമ്മുടെ ഉള്ളിൽ ആ സമയത്തുള്ള ചോദ്യം, ഞാൻ എന്തോ വലിയൊരു കാര്യം കണ്ടുപിടിക്കാൻ ആരും ഇതേവരെ ചോദിക്കാത്തൊരു ചോദ്യമാണ് ഞാൻ ചോദിച്ചത് എന്ന രീതിയിലാണ് പലരും ചോദിക്കാറ്. സ്വയം ആലോചിച്ചറിയാം. അപ്പോ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ എന്താണ് അതിന് മറുപടി? അപ്പോ ആചാര്യസ്വാമികൾ അവിടെ കർമ്മകാണ്ഡത്തെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ആത്മാ സ്ഥൂല ശരീരത്തിൽ നിന്നും വേറിട്ടതാണ് എന്ന പ്രമാണവും അവിടെ തരുന്നുണ്ട്. കർമ്മകാണ്ഡത്തെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ആചാര്യസ്വാമി പറഞ്ഞു തരുന്നു, സ്ഥൂല ശരീരത്തിൽ നിന്നും വേറിട്ടതാണ് ആത്മാ എന്ന് പ്രമാണം വെച്ച് പറഞ്ഞു തരുന്നുണ്ട്. ഈ കർമ്മകാണ്ഡത്തെ ഫോളോ ചെയ്യുന്നവര് സ്വർഗപ്രാപ്തിയാണ് മോക്ഷം എന്ന് വിശ്വസിക്കുന്നവര്, കർമ്മകാണ്ഡത്തെ മാത്രം ഫോളോ ചെയ്യുന്നവര് സ്വർഗം ലഭിക്കുക,
അതാണ് അവരുടെ അന്തിമ ലക്ഷ്യം, സ്വർഗമാണ്. ആ സ്വർഗമാണ് മോക്ഷം എന്നവർ വിചാരിച്ചിരിക്കുന്നത്. സകലവിധ സുഖങ്ങളോടുകൂടി ഇരിക്കൽ, അതാണ് മോക്ഷം എന്നാണ് കർമ്മകാണ്ഡത്തിൽ പൂർണ്ണമായിട്ട് അതിൽ മാത്രം നിൽക്കുന്നവര് മോക്ഷകാമോ യജേദാസു എന്നൊക്കെ പറയുന്നത്. മോക്ഷകാമോ അല്ല, സോറി, സ്വർഗകാമോ യജേദ എന്നാണ് പറയുന്നത്. അപ്പൊ സ്വർഗം വേണ്ടവൻ യാഗം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അവരെല്ലാവരും സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. എന്താണ് സ്വർഗം? സുഖഭോഗങ്ങൾ ലഭിക്കുക. അപ്പോ അങ്ങനെ സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് മുഴുവൻ ചെയ്യുന്നത്. പുണ്യം ചെയ്ത് ധർമ്മമനുഷ്ഠിച്ച് സ്വർഗം നേടണം, ഇതാണ് അവരുടെ പക്ഷം. പുണ്യം ചെയ്ത് ധർമ്മമനുഷ്ഠിച്ച് സ്വർഗം നേടണം, അത് തന്നെയാണ് മോക്ഷം. അത്രയേ ഉള്ളൂ അവർക്ക്, അതിനപ്പുറമില്ല. അത്രേ പുണ്യം ചെയ്യുക, ധർമ്മപരമായിട്ട് ജീവിക്കുക, ഭഗവാനെ ആരാധിക്കുക, ഭഗവാനെ പ്രസാദിപ്പിക്കുക, അനുഗ്രഹം നേടുക, സർവ്വവിധത്തിലുള്ള സുഖങ്ങളും നേടുക, അത് തന്നെ മോക്ഷം. നിർഗുണ ബ്രഹ്മം അങ്ങനെ ഒന്നും ഇല്ലെന്നേ. എന്ത് നിർഗുണം? ശിവൻ, പാർവതി, ദേവി, കൃഷ്ണൻ, രാമൻ, ഇതൊക്കെ തന്നെയാണെന്നുള്ളത്. അല്ലാതെ നിർഗുണം എന്നും സംഭവമൊന്നും ഇല്ല. നിരാകാരം ഇല്ല, എല്ലാം ആകാരമുള്ളതാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന ദേവന്മാരൊക്കെ ആകാരമുള്ള ദേവന്മാരാണ്. വിഷ്ണു, ശിവൻ, ഗണപതി, മുരുകൻ എല്ലാം ആകാരമുള്ളവരാണ്. കർമ്മകാണ്ഡത്തെയും കടന്നാലേ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഈ ഓരോ രൂപത്തിലും ഒതുങ്ങി നിന്നാൽ മോക്ഷത്തിലേക്ക് എത്തില്ല. കാരണം ഓരോ രൂപത്തെയും നോക്കി അതിൽ ഒട്ടി നിൽക്കുമ്പോൾ നമ്മൾ ഓരോ രൂപത്തിലും ഭേദബുദ്ധിയോടെയാണ് നിൽക്കുന്നത്. നമുക്ക് ഉള്ളില് ഭേദബുദ്ധി ഉണ്ട് നമ്മുടെ ഉള്ളില്. അതുകൊണ്ടാണ് നമുക്ക് തൃപ്തിയാകാത്ത. അടുത്തുള്ള ഒരു അമ്പലത്തിൽ മാത്രം പോയി തൃപ്തിയായിട്ടിരിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. ലോകം മുഴുവൻ സഞ്ചരിക്കുന്നു. തീർത്ഥസ്ഥാനങ്ങളിലേക്ക് മാറി മാറി പോകുന്നു. എല്ലാം നല്ലത് തന്നെ, പക്ഷെ അവിടെ ഒട്ടി നിന്ന് പോകരുത്. ജീവൻ അങ്ങനെ നശിപ്പിച്ച് കളയരുത്. ഈ ജീവനെ, ഈ കിട്ടിയ ആയുസ്സിനെ അങ്ങനെ കളയരുത്. എല്ലാ സ്ഥലത്തും സർവപ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനെ കാണാൻ സാധിച്ചില്ലെങ്കിൽ ഭേദബുദ്ധിയോടെ, ശിവന് ശക്തി കൂടുതൽ, ഏറ്റുമാനൂരപ്പന് ശക്തി കൂടുതൽ, കുമാരനൂരമ്മയ്ക്ക് ശക്തി പോരാ, തിരുനക്കരയപ്പന് വേറൊരു ശക്തി, തിരുനക്കര ഗണപതിക്ക് ഒരു ശക്തി, മള്ളിയൂര ഗണപതിക്ക് വേറൊരു ശക്തി. ഇതൊക്കെയാണോ നമ്മുടെ ഉള്ളില്? ഇല്ലെന്ന് പറയണ്ട, എല്ലാവരുടെ ഉള്ളിലുണ്ട്. എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ഓടി നടക്കും. സകല മനുഷ്യർ ഓടി നടക്കുക. സ്വയം ചിന്തിക്കണം. അല്ലെങ്കിൽ ഈ നമ്മളെ കുഴപ്പമില്ല, ഒക്കെ നല്ലത് തന്നെ, തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മൾ അന്തിമ ലക്ഷ്യത്തിലേക്കൊന്നും എത്തില്ല. ഇങ്ങനെ ധാരാളം കറങ്ങി നടന്ന് ഇങ്ങനെ ജീവിതം അവസാനിക്കും. ഏതെങ്കിലും ഒരു സ്ഥലത്ത് അത് അവസാനം സിദ്ധി കൂടുകയും ചെയ്യും. അത് പോരാ. അതിൽ നിന്ന് മാറി എല്ലാം ഒന്ന് തന്നെ. എല്ലാ സ്ഥലത്തും പൊക്കോളൂ, എല്ലാ സ്ഥലത്തും പൊക്കോളൂ. വ്യവഹാരമാണ്, എല്ലാ സ്ഥലത്തും പോകാം. ഒരു ഗ്രൂപ്പ് പോകുന്നു, വരുന്നു എന്ന് ചോദിക്കുന്നു, ശരി, കുംഭമേളയ്ക്ക് പോയി, ഓക്കെ, ആയിക്കോട്ടെ, നല്ല കാര്യം. പക്ഷെ അവിടെയും ഭഗവാനെ കാണണം, ഇവിടെയും ഭഗവാനെ കാണണം. ഇവിടെ വന്ന് വീട്ടിൽ അടുത്തുള്ള കുളത്തെ കുളിക്കുമ്പോൾ കുംഭമേളയ്ക്ക് പോയതിന്റെ ഒരു സുഖം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യ? ഇവിടെ ഗംഗേ ജയമുനേ ജയവ പറഞ്ഞു കുളിക്കാൻ മേലേ? അത് വലിയ നമ്മൾ കിടക്കുന്ന കുടുക്ക്, വല്ലാത്ത കുടുക്കിനകത്താ കിടക്കുന്നത്. ആചാര്യസ്വാമികൾ നിറയെ ശ്ലോകങ്ങൾ ഇനി പറയാൻ പോവാ ഇതിൽ നിന്ന് ഊരി തരാനായിട്ട്. ഒരുപാട് ശ്ലോകങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ എന്നിട്ട് അവിടെ തന്നെ പറയുന്നുണ്ട്, ആ ഗുരുനാഥൻ തന്നെ പറയുന്നുണ്ട്, എന്തിനാണ് ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര പറഞ്ഞാൽ പോലും ആവില്ല, പിന്നെ എങ്ങനെ ഒരു ശ്ലോകം കൊണ്ട് നമ്മളെ കാര്യം മനസ്സിലാക്കുന്നത്? അപ്പൊ ഈ ഭേദബുദ്ധി വളരെ പ്രശ്നമുള്ളൊരു കാര്യമാണ്. വളരെ വളരെ നമ്മളെ ഈ മനുഷ്യജന്മത്തില് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലത്തേക്ക് എത്തിക്കാതെ നമ്മളെ താഴോട്ട് വലിച്ചിടുന്ന ഒരു സംഭവമാണ് ഭേദബുദ്ധി. ആദ്യം നീക്കേണ്ടത് അതാണ്. ഭേദബുദ്ധിയെ നീക്കണം. എല്ലാ ഈശ്വരശക്തിയും ഒരേ ശക്തി തന്നെയാണ്. നമ്മുടെ സാധനക്കുറവ് കൊണ്ടാണ്, നമ്മുടെ ആ ഭഗവാനുമായിട്ടുള്ള ഇന്റിമസിയുടെ കുറവ് കൊണ്ടാണ്, നമ്മൾക്ക് ഭഗവാനുള്ള സ്നേഹത്തിന്റെ കുറവ് കൊണ്ടാണ്, നമ്മുടെ ഹൃദയം ഭഗവാന് സമർപ്പിക്കാത്തത് കൊണ്ടാണ് എനിക്ക് അനുഗ്രഹം വരാത്തത് എന്ന് സ്വയം മനസ്സിലാക്കും. അത് നിസ്സാര കാര്യത്തിൽ തന്നെ മനസ്സിലാവുമല്ലോ. ഇപ്പോ
ഒരമ്പലത്തിൽ പോകുന്നു, അത് കഴിഞ്ഞൊരു ജ്യോത്സ്യം പറയുന്നു, വേറൊരു അമ്പലത്തിൽ പോകണമെന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലുള്ള അമ്പലത്തിൽ കൊടുക്കുന്ന പ്രാധാന്യമല്ലല്ലോ നമ്മുടെ മനസ്സിലും മറ്റേ അമ്പലത്തിന് കൊടുത്തേ. 21 ദിവസം കുളിച്ചു തൊഴു നിർമാല്യം എന്ന് പറയുമ്പോൾ ഭയങ്കര ഭക്തിയായി. പിന്നെ വിളിയ. ഇവിടെ വീടിന്റെ മുറ്റത്ത് 340 ദിവസവും ഉണ്ടായപ്പോ ബാക്കി 21 ദിവസം പോട്ടെ, 344 ദിവസവും ഇവിടെ കുളിച്ചു തൊഴുമ്പോ ഉള്ള ഗ്രാവിറ്റി ആണോ ഈ 21 ദിവസത്തേക്ക് കൊടുത്തത്? അല്ല, 21 ദിവസം അതികഠിനമായിട്ട് പ്രാർത്ഥിച്ചു, അപ്പൊ ബലമുണ്ടായി. മറ്റേത് ചെയ്തില്ല, ബലം ഉണ്ടായില്ല. അപ്പോ ആ ഈശ്വരന്റെ ശക്തിയുടെ ഡിഫറൻസ് ആണോ ഇത്? അല്ല, നമ്മുടെ ഉള്ളിലുണ്ടായ വിളിയുടെ ഡിഫറൻസ് ആണ്. കാരണം അകത്ത് തന്നെ ഇരിക്കുന്ന ഈ കക്ഷി, പുറത്തൊന്നുമല്ല. പുറത്ത് ഫുൾ നിറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇരിപ്പുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ആള് പുറത്തു നോക്കാതെ തന്നെ അദ്ദേഹത്തിന് അറിയാലോ ഇവൻ എവിടെയാ പ്രാർത്ഥിക്കണേ എന്നുള്ളത്. കറക്റ്റായിട്ട് അറിയില്ലേ? ഓരോ ചിന്തയും അവിടെ അറിയുന്നുണ്ടല്ലോ. അന്തര്യാമിയല്ലേ? എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ ഭഗവാൻ അന്തര്യാമിയായിട്ട് ഉള്ളിലുണ്ടെന്ന്? ഇല്ല, പുറത്തെ ചിന്തിക്കാറുണ്ട്. ആ വിഗ്രഹത്തിൽ അവിടെ ഉണ്ട്, ഭഗവാൻ കണ്ടില്ലാതെ. ആനയുടെ മോളിൽ തടമ്പ് കയറ്റിയപ്പോ ഒരു നോക്ക് കാണാൻ പറ്റിയില്ല, ആൾക്കാരും അറിഞ്ഞു ഭഗവാനെ കണ്ടില്ല, പോയി. ഭയങ്കര സങ്കടമായി പോയി. അടുത്ത ദിവസം എങ്ങനെയെങ്കിലും കാണണം. അപ്പൊ ഇവിടെ ഈ നമ്മുടെ ഈ കുമാരനെല്ലൂര് രാവിലെ എന്നും ആറാട്ടുള്ളൊരു അമ്പലമാണ്. ഭയങ്കര നല്ല അന്തരീക്ഷമാണ് രാവിലെ ഇവിടെ തൊഴാൻ, വളരെ നല്ല അന്തരീക്ഷം. ഈ അന്തരീക്ഷത്തിൽ തൊഴാൻ പോകുമ്പോഴത്തേക്കും 6 മണിയാകുമ്പോൾ പുറത്തേക്ക് എഴുന്നള്ളിക്കും. അതിനു മുമ്പ് അമ്പലത്തിനകത്ത് കുറെ പറയൊക്കെയുള്ളതുകൊണ്ട് അവിടെ കാണും. അപ്പോ കുറെ ആൾക്കാർ വെളുപ്പിനെ പോകും. ഞാനും പോയിട്ടുണ്ട് അന്തകാലത്ത്. വെളുപ്പിനെ പോയിട്ട് അമ്പലം തുറന്ന ഉടനെ അകത്ത് കയറി തൊഴണം, എന്നിട്ട് പുറത്തിറങ്ങുമ്പോൾ വീണ്ടും തൊഴണം, എന്നിട്ട് ആനപ്പുറത്ത് കയറുമ്പോൾ വീണ്ടും തൊഴണം. ഇങ്ങനെ ആയാലേ അന്ന് മനസ്സിനൊരു സമാധാനം ഉണ്ടായിരുന്നു. കാരണം അത് അവിടെ കണ്ടു, നമ്മൾ കുറെ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടു. അപ്പൊ അതാണ് അതിന്റെ ശരിയായിട്ടുള്ളൊരു കാര്യം എന്ന് തോന്നി, അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. പിന്നീട് നമ്മൾ ഈ പറഞ്ഞ മാതിരി കുറെ പഠിക്കുകയും കുറെ ഗുരുക്കന്മാരുടെ അനുഗ്രഹവും ഭഗവാന്റെ തന്നെ അനുഗ്രഹവും വരുമ്പോൾ മനസ്സിലായി, ആ ഈശ്വരൻ തന്നെയല്ലേ രാവിലെ, ആ ഭഗവതി തന്നെയല്ലേ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് ഭംഗിയായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ അകത്ത് പോയി തൊഴുത് വീണ്ടും പുറത്ത് വന്ന് തൊഴുതുമ്പോൾ എന്തായാലും പ്രത്യേകത? പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. അപ്പൊ അകത്തുള്ള ആൾ പുറത്ത് വന്നില്ലേ? വന്നല്ലോ. അപ്പോ പുറത്ത് വന്ന അകത്തുള്ള ആളല്ലേ? ഇങ്ങനെ ഇതാണ് ഈ വിചാരം ചെയ്യല്. ഇവിടെ ആചാര്യസ്വാമി പറയുന്ന വിചാരം ചെയ്യല്. ഇങ്ങനെ വിചാരം ചെയ്തു, അറിഞ്ഞോ അറിയാതെ കുറെ വിചാരം ചെയ്തപ്പോ മനസ്സിലായി ഒന്നുമില്ല, എല്ലാം ഒന്ന് തന്നെ, ആ ചൈതന്യം തന്നെയാണ് ഫുള്ളും എന്ന് പറഞ്ഞപ്പോഴേക്കും ഒരുപാട് നമുക്ക് ആശ്വാസമുണ്ട് മനസ്സിൽ. മറ്റേതൊരു നഷ്ടപ്പെട്ട തോന്നലൊക്കെ പലപ്പോഴും ഉണ്ടാവും. രാവിലെ ചെന്നു, അകത്ത് കയറാൻ പറ്റില്ല, അപ്പോഴേക്കും ദേവി പുറത്തേക്ക് എഴുന്നള്ളിച്ചു. അയ്യോ, ഇന്നത്തെ കാര്യം ഭയങ്കര വിഷമായി. ഇന്നത്തെ അത് പാടില്ലല്ലോ. അപ്പൊ അതിൽ നിന്നൊക്കെ മുക്തി വരണ്ടേ? ഇത് ഓരോ കാര്യത്തിലും അറിയാം. ഇന്ന് ജപിച്ചില്ല രാവിലെ, ഒന്നും സംഭവിക്കില്ല. ഇന്ന് ഭഗവാൻ പൂജ കഴിച്ചില്ല, നൈവേദ്യം കൊടുത്തില്ല, എന്തുണ്ടായി? ഒന്നും കണ്ടില്ല. ഇപ്പൊ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. ആരാണ്ട് യൂട്യൂബിൽ കുറെ അന്ധവിശ്വാസങ്ങൾ അടിച്ചു വിടുന്നുണ്ട്. യൂട്യൂബിൽ കിടക്കുന്ന കണ്ട് ഒരു ഭക്ഷണം കിട്ടാതെ, നൈവേദ്യം കിട്ടാതെ ശിവലിംഗം അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. എന്താ ഇതിനൊക്കെ മറുപടി പറയാ? സകലമായ ജീവികളെയും തീറ്റിപ്പോറ്റുന്ന ഭഗവാൻ ഭക്ഷണമില്ലാതെ കിടന്ന് വിഷമിക്കണമെന്ന് ഇതിനെ ഒന്നും പറയാനില്ല. ഈ വക കാര്യം കണ്ണി പെടാതിരിക്കട്ടെ എന്നേ പറയാനൊക്കത്തും. ഒരു വിദ്വാൻ എഴുതി വെച്ചിരിക്കുന്നു, ശിവലിംഗം ഭക്ഷണം കിട്ടാതെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോ ഇതൊക്കെ അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ചിരിക്കണം. നമുക്ക് വിഡിത്തമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അന്തിമ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റൂ. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്, നല്ല രസകരമായ കാര്യങ്ങൾ യൂട്യൂബിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അത് മനസ്സിലാക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് അതിനകത്ത് പോയി കുടുങ്ങരുത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പഠിച്ച് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എത്ര വലുതാണ്. ആചാര്യസ്വാമി നമുക്ക് എത്ര മുന്നിലേക്ക് നമ്മളെ കൊണ്ടുപോയി, എത്രമാത്രം നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്തു ഭഗവാൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ നമുക്കിതിന്റെ കൂടുതലായിട്ട് ഈ കർമ്മകാണ്ഡം എങ്ങനെയാണ് കർമ്മകാണ്ഡത്തെ ആചാര്യസ്വാമി നമുക്ക് പറഞ്ഞു തരുന്നത് എന്ന് നമുക്ക് അടുത്ത ദിവസം മനസ്സിലാക്കാം. അപ്പൊ ഈ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഇതിൽ നിന്ന് വഴിവിട്ടാണ് ഞാൻ സംസാരിച്ചതെങ്കിലും അത് ഒത്തിരി എന്റെയും കൂടെ മനസ്സിൽ ഉറയ്ക്കാൻ വേണ്ടിയിട്ട്, ഈ ഭേദബുദ്ധിയെ കളയാൻ ഇങ്ങനെ കുറെ പറഞ്ഞ് ഭേദബുദ്ധിയെ കളയാൻ പറ്റും. ഭേദബുദ്ധി പോയാലേ നടക്കുള്ളൂ എന്നുള്ളത് ഉറപ്പാണ്, ഒരു സംശയമില്ല. എല്ലാ ദേവതകളെയും പ്രാർത്ഥിക്കാം, പക്ഷെ
അവർക്ക് ഓരോന്ന് അലോട്ട് ചെയ്തിട്ടുണ്ട് ഭഗവാൻ. അതും ശരിയാണ്, ഇല്ലായെങ്കില്ല. ഓരോരുത്തർക്കും ഓരോരോ കാര്യങ്ങൾ അലോട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? സാധാരണ ജനങ്ങൾക്ക് വേണ്ടി. നമ്മളെപ്പോലെ ആത്മീയമായിട്ട് മുന്നോട്ട് വന്ന് ഞാനും ഈശ്വരനും ഒന്ന് എന്ന് തിരിച്ചറിയേണ്ട ഒരു ജീവന് അതൊന്നുമല്ല വഴി. അതാണ് ആചാര്യസ്വാമിയോട് പറഞ്ഞത്. അതിനാണ് ഉപനിഷത്ത്. അപ്പോ 3/4 ഭാഗമുള്ള കർമ്മകാണ്ഡത്തിൽ കുടുങ്ങാതെ അവിടുന്ന് ആ കർമ്മകാണ്ഡത്തെ നല്ല രീതിയിൽ ഉപയോഗിച്ച് നമ്മുടെ ഉന്നമനത്തിനായിട്ട്, പരിവർത്തനത്തിനായിട്ട് അതിനെ ഉപയോഗിച്ച് മുന്നോട്ട് വരാൻ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ, നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും സായിറാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും സായിറാം. അടുത്ത ദിവസം നമസ്കാരം സാർ. താങ്ക് യു. സായിറാം സാർ. സായിറാം. സായിറാം സാർ. സായിറാം.